നമസ്കാരം പ്രിയ സഹോദരങ്ങളെ. നമ്മളെല്ലാവരും എന്തോ ഒന്നിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. കൂടുതൽ സമ്പത്ത്, കൂടുതൽ ബഹുമാനം, കുടുംബത്തിന്റെ സുരക്ഷിതത്വം, ജീവിതത്തിൽ ഒരു ഉറപ്പ്, അല്ലെങ്കിൽ അങ്ങനെ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഒരു സത്യം ഞാനൊന്ന് തുറന്നു ചോദിക്കട്ടെ, നിങ്ങളൊരു മറുപടി പറയണേ. നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം അതേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് എന്നൊന്ന് നിങ്ങൾക്ക് പറയാവോ? താഴെ മറുപടിയായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യണേ. നിങ്ങൾക്ക് നമ്മളെല്ലാവർക്കും ഉള്ള ഒരു സത്യമായ കാര്യത്തെ പറ്റി മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങൾ അതിന്റെ മറുപടി പറഞ്ഞതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം. യെസ്, പറ്റാവുന്നവരല്ലേ? പലർക്കും മറുപടി പറയാൻ അറിയുന്നില്ല, എന്താണ് എന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? അതാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എളുപ്പത്തിൽ ചിലവർ മറുപടി പറയും, ഇങ്ങനെയൊക്കെ ആയി എന്ന് മാത്രം, എന്താണ് എന്നൊന്നും പറയാൻ നമുക്ക് അറിയില്ല. ഇവിടെ ചിലപ്പോൾ നമ്മുടെ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതാണോ എന്ന് പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ് എന്നും പറയും. പക്ഷേ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞാലോ, നിങ്ങൾ എത്ര കണ്ട് അത് അംഗീകരിക്കും? നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്ന എത്ര സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്? അതിന്റെ പേരാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ശാസനം എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം ഈ രാവിലെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ഒരു മിനിറ്റ് നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു കൊള്ളിയാൻ മിന്നിക്കാൻ സാധിച്ചാൽ അവിടെ നിങ്ങൾക്ക് മാറ്റം തുടങ്ങും എന്നാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മളെ അർത്ഥസാധന എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാവരും ഓടുന്നത് പണം ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലേക്കാണ്. പക്ഷെ സമ്പത്തിനപ്പുറത്തേക്ക് അർത്ഥം എന്ന് പറയുന്ന ഒരു സംഭവം, എല്ലാത്തിനും നമ്മളെന്താണ് ഇതിന് ശരിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞ സമ്പത്ത് എന്ന് പറയുന്ന അർത്ഥമാണ്. ജീവിതത്തിൽ അർത്ഥം ഉണ്ടാക്കുക എന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഒരു പ്രോഗ്രാം നമ്മൾക്ക് നിരന്തരം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് അത് അർത്ഥസാധന എന്ന് പറയുന്ന വെറും പണം ഉണ്ടാക്കാനുള്ള മാർഗത്തിനപ്പുറത്തേക്ക് നമ്മുടെ തന്നെ ജീവിതത്തെ ഉയർത്താൻ ആവശ്യമായ മനസ്സും പ്രവൃത്തിയും ശീലങ്ങളും ഒറ്റ രഥത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രക്രിയ. അതാണ് നമ്മുടെ സംസ്കാരത്തിൽ തന്നെ സാധന എന്ന് പറയുന്നത്. ദിവസേന ചെയ്യുന്ന ഒരു ശ്വാസനയ്ക്കാണ് സാധന എന്ന് പറയുന്നത്. അതിൽ പ്രാർത്ഥന മാത്രമല്ല, ആഗ്രഹം മാത്രമല്ല, ആവർത്തിച്ചുള്ള ശരിയായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു. ദ ഡെയിലി ഡിസിപ്ലിൻ ഓഫ് പ്രോസ്പെരിറ്റി എന്ന് പറയും. ഇത് നമ്മളെല്ലാവരും ആക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം പലപ്പോഴും സ്റ്റക്കായിരിക്കുന്നത് നമ്മൾ ലേസി ആയതുകൊണ്ടാണ് എന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ അതല്ല എന്നുള്ളതാണ് അതിന്റെ പരമമായ സത്യം. ജീവിതം സ്റ്റക്കായതുകൊണ്ട് ലേസി അല്ലേ? പലരോട് ടൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെ, പ്രൊക്കാസിനേഷൻ ആണ്, ലേസിയാണ് എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഠിനമായി പരിശ്രമിക്കുന്നവരാണ്, പക്ഷേ സ്ഥിരതയില്ല, വ്യക്തമായ ഡയറക്ഷൻ ഇല്ല, ഡെയിലി ആയിട്ടുള്ള ഫോക്കസ് ഇല്ല. മൂഡുണ്ടെങ്കിൽ വർക്കില്ല, മൂഡില്ലെങ്കിൽ വെയിറ്റിംഗ് ആണ്. ഇതാണ് പ്രോബ്ലം.
ജീവിതം ഇമോഷനിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെ? പക്ഷെ അത് തെറ്റാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ജീവിതം ഇമോഷൻ അല്ല, അത് സിസ്റ്റത്തിലൂടെയാണ് വളരുന്നത്. ശ്വാസനം ഇല്ലാത്ത പരിശ്രമം വിയർപ്പായി തീരുമെന്നാണ് പറയുന്നത്. ശ്വാസനമുള്ള പരിശ്രമം മാത്രമേ സമ്പത്തായി മാറുകയുള്ളൂ എന്ന സത്യം. അപ്പൊ നമ്മൾ അർത്ഥസാധനയെ പറ്റി മനസ്സിലാക്കണം. അത് 3 തലങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, മനസ്സിന്റെ ശാസനം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മളിൽ വേണം. ഇന്നെന്റെ പ്രിയോറിറ്റി എന്താണ് എന്നുള്ള ചോദ്യം എന്നിൽ വരണം. വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുന്നതിനും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനും ഒന്ന് കണ്ണടച്ച് തിരിഞ്ഞു നോക്കണം. ഞാൻ ശരിയായ വഴിയാണോ പോയത്? ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ജീവിതം ഒരു പഠനം മാത്രമാണല്ലേ? മനസ്സ് വെറുതെ റാൻഡമായി ഓടുകയല്ല വേണ്ടത്, ട്രെയിൻഡ് ആയിട്ട് ഓടണം. രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞ കർമ്മസാധന എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ സാധനം. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവൃത്തികളാണ് നമുക്ക് ഗുണമായി മാറുന്നത്, അർത്ഥമായി മാറുന്നത്. അപ്പോൾ ചെറിയ പ്രവൃത്തികൾ, അതിൻ്റെ കൃത്യമായ സമയപരിപാലനം, ഇമോഷൻ അനുസരിച്ചല്ല, കാര്യങ്ങൾ അനുസരിച്ചായി ചെയ്യുക എന്ന പ്രവൃത്തി. ഉദാഹരണമായിട്ട് 15 മിനിറ്റ് നേരം പഠിക്കുക. ഇപ്പൊ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് 15 മിനിറ്റ് പഠനത്തിന്റെ ഭാഗമായിട്ടാണ്. ആ 15 മിനിറ്റ് നേരം പ്ലാനിങ് ഉണ്ടാക്കുക. എങ്ങനെ ആയിരിക്കണം എന്റെ ജീവിതം പോകുന്നത്? എന്തൊക്കെയാണ് ഇന്ന് ഞാൻ ചെയ്യേണ്ടത്? വാട്ട് ഐ ഷുഡ് ഡു ടുഡേ. ഒരു 15 മിനിറ്റ് നമ്മുടെ ഇൻകത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. നമുക്കൊരു വരുമാനമുണ്ട്, അത് എങ്ങനെയൊക്കെ ലളിതമാക്കി കൊണ്ടുവരാൻ പറ്റും, എങ്ങനെയൊക്കെ കൂട്ടാൻ പറ്റും എന്നുള്ള ഒരു പഠനം. കൺസിസ്റ്റൻസി ഹയർ ദാൻ ഇന്റൻസിറ്റി എന്നാ പറയും. നമ്മൾ ഇന്റൻസിറ്റിക്ക് കൂടുതൽ കൺസിസ്റ്റൻസിക്ക് പ്രാധാന്യം കൊടുക്കും. മൂന്നാമതായിട്ട് പറയുന്നത് അർത്ഥസാധനയിൽ മൂന്നാമത് സമ്പത്തിന്റെ ശാസനം എന്ന് പറയുന്നത്. പണത്തെ പേടിക്കാതെ മനസ്സിലാക്കാൻ പഠിക്കണം. വളരെ കൃത്യമായ വാക്ക് നിങ്ങൾ പറയുമ്പോൾ അത്ര കൊണ്ട് മനസ്സിലാവില്ല നിങ്ങൾക്ക്, പക്ഷെ ആവശ്യം വരുമ്പോഴാണ് മനസ്സിലാവുക. അത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് സമ്പത്തിനെ പറ്റി, സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പേടിയല്ലേ വരുന്നത്? ആദ്യം ഇൻകത്തിനെ പറ്റിയുള്ള എത്ര പേർക്ക് അവയർനെസ് ഉണ്ട്? പേടിയാണ്. തന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാൻ പേടിയാണ്. ചെയ്യുന്ന പ്രവൃത്തിയിൽ എത്രത്തോളം മൂല്യം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ അറിയില്ല, ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇതുവരെ. മൂല്യമാണ് നമ്മളെ വളർത്തുന്നതെന്ന് അറിയാം. പണം ഒരു ആക്സിഡന്റലായിട്ട് വരുന്ന കാര്യമല്ലെന്നും അത് അലൈൻഡ് ആയിട്ട് വരുന്ന കാര്യമാണെന്നും തിരിച്ചറിയാം. അർത്ഥസാധനയിൽ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു പരിപാടിയെ പറ്റി അല്ല ഈ പറയുന്നത്. അത് വേണ്ടത് ജീവിതം ഉയർത്തണമെന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ സാധാരണക്കാരില്ല, അല്ലെങ്കിൽ എന്താ പറയാ, മിഡിൽ ക്ലാസിൻ്റെതായ ഒരു പ്രഷർ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ്, അത് അനുഭവിച്ചവർക്ക് വേണ്ടിയുള്ളതാണ്. അവനവനെയും കുടുംബത്തെയും ഒന്നുയർത്തണം എന്ന് തീരുമാനിച്ചവർക്ക് മാത്രമുള്ളതാണ്. എനിക്ക് ഇതുപോലെ ജീവിച്ചാൽ പോരാ എന്ന് മനസ്സിൽ പറഞ്ഞവർക്കുള്ളതാണ്. എന്റെ ജീവിതം മാറണമെങ്കിൽ ആദ്യം ഞാൻ തന്നെ എന്റെ ദിനചര്യ മാറ്റണമെന്ന് മനസ്സിലാക്കിയവന് മാത്രമേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ അത്തരത്തിലാണോ എങ്കിൽ താഴെ ഒന്ന് യെസ് ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾ ജീവിതത്തിൽ മാറണം, ജീവിതം എനിക്ക് മാറ്റണമെന്ന് താല്പര്യമുള്ളവരാണ് യെസ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. യെസ്, കമോൺ 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 കമോൺ. അപ്പൊ ഇവിടെ വെറും ചുരുങ്ങിയ സമയം മാത്രമേ നിങ്ങളൊന്ന് നിങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. രാവിലെ എഴുന്നേറ്റ ഉടനെ ജീവിതത്തിലേക്ക് ഒരു ക്ലാരിറ്റി വരുത്തുക. ദ ലോ ഓഫ് ക്ലാരിറ്റി എന്ന് പറയുന്ന കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് അത് പറയുന്നുണ്ട്. എന്താണ് ക്ലാരിറ്റി എന്ന് ബിസിനസ് ക്ലാസ്സിൽ ഞാൻ കൃത്യമായി പഠിപ്പിക്കും. അതുപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്ന ഇമോഷനിൽ പെട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് വേണം. ഡിസിഷൻസ് എടുക്കുന്നതെല്ലാം വളരെ കോൺഫിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റും.
നമ്മുടെ ഡിസിഷൻ എന്താ? മറ്റാരോ പറയുന്നതിനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഡിസിഷൻസ് ഒന്നുമില്ല. വരുമാനത്തിന്റെ വ്യക്തമായ ധാരണ വേണം. ഏതിലെ പോയാൽ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ഏതാണ് എന്റെ ശരിയായ കർമ്മ മേഖല, അതിൽ ഞാൻ എത്രത്തോളം നന്നായി ചെയ്യുന്നു എന്നുള്ളത്. ആ ചോദ്യം പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഞാൻ നന്നായിട്ടാണല്ലോ ചെയ്യുന്നത്, പക്ഷെ വരുന്നത് സാധനം വ്യത്യാസമാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ നന്നായി ചെയ്തില്ലെന്ന് തന്നെ മനസ്സിലാക്കിക്കൊള്ളാം. എന്ന് വെച്ചാൽ അത് അതിന്റെ രീതിയിലല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വരുമാനം നമുക്ക് ഉണ്ടാക്കാം. അവനവനെ മനസ്സിലാക്കാനുള്ള സെൽഫ് റെസ്പെക്റ്റും കൂടി ഉണ്ടായാൽ മാത്രമാണ് നമുക്കത് പോകാം. ഏറ്റവും വലിയ മാറ്റം ഉണ്ടാവേണ്ടത് നീ നിന്നെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. കോൺഫിഡൻസ് വരും. ഞാനിപ്പോ ഇത് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പതുക്കെ, നിങ്ങളെ ഒന്നും മോട്ടിവേറ്റ് ചെയ്യാതെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സംസാരമാണ്. ഇവിടെ വെച്ച് പോയൊരുത്തം പോലെ ഉണ്ട്, കേട്ടിട്ട് വിട്ടുപോയൊരു ഒരുപാട് ആൾക്കാരുണ്ടാവും, എനിക്കറിയാം. വീഡിയോ ഈ സമയം ആകുമ്പോഴേക്ക് സ്കിപ്പ് ചെയ്ത് പോയി, അടുത്തതിലേക്ക് പോയി. എന്താ അവിടെ എന്തോ ഇവിടെ ഒന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള സമയമില്ല, സാഹചര്യമില്ല, മാറില്ല ആൾക്കാർ. നമുക്ക് കോൺഫിഡൻസ് വരേണ്ടത് മോട്ടിവേഷൻ കേട്ടത് കൊണ്ടല്ല, നമ്മളിൽ അകത്ത് തന്നെ ദിവസേന പാലിച്ചുകൊണ്ടുള്ള നമ്മുടെ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. റിസൾട്ടുകളിലൂടെയാണ് കോൺഫിഡൻസ് ഉണ്ടാകേണ്ടത്. മോട്ടിവേഷനിൽ കോൺഫിഡൻസ് ഉണ്ടാകുന്ന നിൽക്കില്ല, അത് ബലൂണാണ്, പൊട്ടിപ്പോകും. ഇതേ സംസാരം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സംസാരമാക്കി മാറ്റാൻ എനിക്ക് പറ്റും. പക്ഷെ നിങ്ങൾക്ക് അതല്ല ആവശ്യമെന്ന് മനസ്സിലാക്കുക. റീൽസ് കയറി ഇറങ്ങിയിട്ട് എത്ര പേർക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടായി? യൂട്യൂബിൽ വീഡിയോകൾ കണ്ട് 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 മോട്ടിവേഷൻസ് കിട്ടി നിങ്ങൾ എത്ര ജീവിതത്തിൽ മാറ്റം വരുത്തി? ഒന്ന് എണ്ണം പറയാമോ? ഹുമാണ്. അങ്ങനെയാണ് മനുഷ്യ ബ്രെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. മോട്ടിവേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡോപ്പമിനും സെറിട്ടോൺസും ഇതൊക്കെ ഇൻസ്റ്റന്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഇറങ്ങിപ്പോകും. കൃത്യമായി നിൽക്കുന്നത് നിങ്ങളുടെ കൺസിസ്റ്റൻസി മാത്രമാണ് നിലനിൽക്കുക. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞതൊന്നും ഞാനൊരു വാഗ്ദാനമായിട്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല, ഒരു സത്യം മാത്രമാണ്. ജീവിതം മാറ്റുന്നതിന് പ്രത്യേകിച്ച് മാജിക്കുകളൊന്നുമില്ല. പക്ഷെ ജീവിതം മാറാതിരിക്കുന്നത് ചിലപ്പോൾ മാജിക്കാണ്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക. ദിവസേന ഒരു കാര്യം മാറ്റിയാലും മതി. 365 ദിവസവും 365 കാര്യങ്ങൾ മാറും. 37% മാറും ജീവിതത്തിൽ. പോരെ? ഉയരാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്. ഒരു വഴി കൊണ്ട് മാത്രമല്ല ഉയരുന്നത്, ഒരു ഉത്തരവാദിത്വത്തിലൂടെയാണ് ഉയരുന്നത്. നമുക്ക് ഉത്തരവാദിത്വമാണ് വേണ്ടത്. വീണ്ടും ഞാൻ പറയുന്നു, ജീവിതത്തിൽ ആഗ്രഹമുള്ളവർ ഒരുപാടുണ്ട്, പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എണ്ണമാണ് കുറവ്. കൺസിസ്റ്റൻസി ഉള്ളവർക്ക് മാത്രമേ ഉയർച്ചയുള്ളൂ എന്ന് തിരിച്ചറിയ പ്രിയ സഹോദരങ്ങളെ. ഞാനിവിടെ എത്രയോ ദിവസങ്ങളായി നിങ്ങൾക്ക് നൽകുന്ന ക്ലാസ്സുകളിലെല്ലാം, നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലായാലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഓരോ പ്രാവശ്യവും പറയാനുള്ള ഇത് വരുന്നത്. ഇപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ജീവിതത്തെ അറിയുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ആരെ കൊണ്ടും പറ്റും. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ളതും അതിനെ പാകപ്പെടുത്താനുള്ള എല്ലാ കഴിവുകളും നമ്മളിലുണ്ട്. ആ വിധി നമുക്ക് മാറ്റിയെഴുതാൻ സാധിക്കും, ഒരു സംശയവും വേണ്ട. അതിനുള്ള എല്ലാ കാര്യങ്ങളും ദിനേശ് മുങ്ങത്തിന്റെ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, എല്ലാവർക്കും മാറ്റം ഉണ്ടാവും. നിങ്ങൾ ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് പകുതി വിട്ടുപോയവരോടുള്ള അഭ്യർത്ഥനയാണ്, നിങ്ങൾ തിരിച്ചു വന്നപ്പോഴെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പൊ പോയി കണ്ട കുറെ വീഡിയോസും കുറെ മോട്ടിവേഷനും കുറെ റീൽസും കൊണ്ടൊന്നും ജീവിതം മാറില്ല എൻ്റെ മക്കളെ.
ഇതൊക്കെ അനുഭവിച്ച് വന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഇന്നൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളോട് സംസാരിച്ചു. ഇത്രയും പുസ്തകങ്ങൾ എഴുതാനും ഇത്രയും ഇരുന്ന് സംസാരിക്കാനും ഒക്കെ രാവിലെ മുതൽ എഴുന്നേറ്റുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ മുകളിലോട്ട് അങ്ങ് വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നതൊന്നും അല്ല. ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങിയതുമല്ല. നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിലുള്ള, നിരന്തരമായ ദിവസേനയുള്ള പ്രാർത്ഥനകൾ, നിരന്തരമായിട്ടുള്ള ഈ സമയത്ത് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 3:30 മണി, രാവിലെ 3:30 മണി സമയത്താണ്, വെയിലെ സമയത്ത് സുഖമായി കൂർക്കം വലിച്ചു കിടന്നുറങ്ങാം അല്ലെ? ഇല്ല. സംസാരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ മനസ്സിൽ ഇങ്ങനെ വിങ്ങും. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മനസ്സിലൊരു വിങ്ങൽ അനുഭവപ്പെടും. അതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്നറിയുക. ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ ശ്രമിക്കുക, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി. എല്ലാത്തിൻ്റെയും അർത്ഥം എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, അവെയർനെസ്, ബോധമുണ്ടാക്കുക. ആദ്യം അവനവനെ മനസ്സിലാക്കുക എന്നുള്ള ബോധം. ഈ അവെയർനെസ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തത്വം അറിയുക. വെറുതെ ആവാൻ പറ്റില്ല. നമുക്ക് അവെയർനെസ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം ബോധം, ഞാൻ ആരാണ്, എന്താണ്, എന്തിനാണ്, വാട്ട് ഐ ഡു, വാട്ട് ഐ ഷുഡ് നോട്ട് ഡു എന്നുള്ള ഒരു സിസ്റ്റം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കണം. റീപ്രോഗ്രാം യുവർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം. നമുക്ക് നമ്മുടെ മനസ്സ് നമ്മൾ ചെയ്യുന്ന പരിപാടികളെല്ലാം പ്രോഗ്രാംഡ് ആയതാണ്. പല കാലങ്ങളിലൂടെ പലതും നമ്മളിൽ കയറി വന്നതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പ്രോഗ്രാമാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട്. ആ പ്രോഗ്രാമിനെ തിരിച്ച് വേണ്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതിനാണ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ആയിരിക്കും ടാർഗറ്റഡ് ആക്ഷൻസ്. നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള ടാർഗറ്റഡ് ആക്ഷൻ നമുക്ക് വേണം. നമ്മുടെ ഹാബിറ്റ്സുകളെ അലൈൻമെന്റ് നടത്തണം. ഡെയിലി ഹാബിറ്റ്സുകൾ നമുക്ക് ഉണ്ടാക്കണം. ലേണിംഗ് ആയാലും ഹെൽത്ത് ആയാലും വെൽത്ത് ആയാലുമുള്ള ഡെയിലി ഹാബിറ്റ്സുകൾ നമുക്ക് ഉണ്ടാക്കണം. അതുപോലെ തന്നെയാണ് എല്ലാത്തിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സാധനം. ഇത്രയാണ് അർത്ഥസാധന എന്ന് പറയുന്നത്. അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ അർത്ഥത്തിലൂടെ പോയാൽ മാത്രമേ ജീവിതം സമ്പൂർണ്ണമാകുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇന്ന് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വീഡിയോന് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്കറിയാനുള്ള ആഗ്രഹത്തെ പറ്റി പറയുക. ഈ സെഷൻ രാവിലെ നമ്മൾ അർത്ഥസാധന എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയുള്ളൊരു സെഷനാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളുക. താഴെ അഡ്മിൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിച്ചു പറഞ്ഞാൽ അഡ്മിൻ നിങ്ങളുടെ ജോയിൻ ചെയ്യിപ്പിക്കും. ചെറിയ നാമമാത്രമായ ഒരു ഫീസ് മാത്രമാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ മാറണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ മാത്രമാണ്. ഓൾവേസ് വെൽക്കം. താങ്ക് യു വെരി മച്ച്. ഓം ഗുരുഭ്യോ നമഃ.